എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നേ യക്നി പുലാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഞാനതിനായിട്ട് ഇന്നൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതൊന്ന് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. നമുക്ക് ഒരുപാട് ടൈമും വേണ്ട. ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ഞാൻ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാ ടേസ്റ്റ് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഇവിടെ ഞാൻ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അത് നെയ്യും ഓയിലും ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ഇത് കുറച്ച് 2 കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ, ഒരു 3 ഏലക്ക, ഒരു ബേ ലീഫ്, ഇത് ഇത്രയും സാധനമാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കോട്ടെ. നമുക്ക് അതിനകത്തേക്ക് വേണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇടിച്ചതാണ് കേട്ടോ. ഇനി അതിട്ട് കൊടുക്കാം നമുക്ക്. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. പച്ചമുളകൊന്ന് മാറിയാൽ മതി, കളറൊന്നും മാറി വരണമെന്നില്ല കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നത് ഇപ്പോൾ കേട്ടോ. ഇനി നമുക്ക് എന്താക്കാം, അതിനകത്തേക്ക് ഒരു ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് പണിയൊന്നുമില്ല, കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. 1 കിലോ അരിക്ക് ഒരു 1/2 കിലോ തൈര് എന്നുള്ള കണക്കിനാണ് വേണ്ടത്. പുളി കുറഞ്ഞതാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചെടുത്താൽ മതി, പുളി കുറവായിട്ട് വേണ്ടത്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരണേ. നമുക്കതിനെ പെട്ടെന്നങ്ങ് വഴഞ്ഞ് വരാൻ കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. പെട്ടെന്നാവും. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകവും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു എരിവിനും ഒരു കളറിനും വേണ്ടിയിട്ട് നമ്മൾ ചില്ലി ഫ്ലെക്സ് ഇല്ലേ, അതും കൂടെ ഒരു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട് ചേർത്താൽ മതി, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇതൊന്ന് മാറിക്കോട്ടെ, അതിൻ്റെയും കൂടെ ഭക്ഷണം ഒന്നങ്ങ് മാറിക്കോട്ടെ. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് 1 kg. നന്നായി കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇനി അത് നമുക്ക് അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് പിടിക്കണം.
കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഉള്ളവർക്ക് അത് കുറച്ച് ചേർക്കാം കേട്ടോ, നമ്മളിവിടെ ചേർക്കുന്നില്ല. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമുള്ളതിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, കാരണം ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. തീരെ വെള്ളം ചേർക്കാതെ നമുക്ക് കുറച്ചൊന്ന് 2 വിസിലടിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ച് കൊടുക്കാം. 2 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ 2 വിസിലടിയട്ടെ. നമുക്ക് അപ്പോഴേക്കും ഞാനിവിടെ കുറച്ച് അരി എടുക്കുന്നുള്ളൂ, എനിക്ക് 2 ഗ്ലാസ് അരി മതി കേട്ടോ. അപ്പം ഞാൻ 1/2 കിലോ അരി, അപ്പോൾ ഞാൻ 1/2 കിലോ അരിയാണ് എടുക്കുന്നത്. ചിക്കൻ കൂടുതൽ എടുത്തതാണ്, ശരിക്കും 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ മതി വേണം. അപ്പം ഞാൻ അത്ര എടുക്കും, എനിക്ക് അരി കുറച്ച് മതി, എനിക്ക് ചിക്കൻ കുറച്ച് കൂടുതൽ വേണേ. അപ്പോൾ നിങ്ങളുടേതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പം നേരത്തെ തന്നെ ഒരു അരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണേ. അപ്പോൾ ഞാനിതാ 2 ഗ്ലാസ് അരി എടുക്കാൻ പോവാം കേട്ടോ. ഇത് ബാസ്മതി റൈസാണേ, നമ്മുടെ കണ്ടോ, ബാസ്മതി റൈസാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണേ. അപ്പോൾ നമുക്ക് ചിക്കൻ വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 20 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, അതിൽ കൂടുതൽ വേണമെന്നില്ല കേട്ടോ. കാരണം കുക്കറിൽ വിസിലടിച്ചെടുക്കുന്നുണ്ട്, ഒരുപാട് ടൈം അത് വെള്ളത്തിൽ വേണമെന്ന് നിർബന്ധമല്ല. 2 വിസിലടിച്ചു, ഞാൻ ആവിയൊക്കെ പൊക്കിയിട്ട് വീണ്ടും ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാവേ. ഞാൻ 2 കപ്പ് അരിയാണ് ഇട്ടത്. കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. അത് കൂടാതെ നമ്മൾ തൈര് ഒരു 200-250 ഞാൻ തൈര് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുള്ളൂ. നമുക്ക് കുക്കറിലല്ലോ, നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ തൈര് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതേ കപ്പിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഞാൻ കുറച്ച് അല്ലയെന്ന് വെച്ചിട്ടാണ് ചെറിയ കുക്കർ എടുത്തത്, പണി വളിയും തോന്നുന്നു. ഉപ്പ് കുറവാണേ, അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്തോളൂ. പിന്നെ ഇതിൽ കുറച്ച് മല്ലിയില ഞാൻ നൈസായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 വിസിലടിഞ്ഞോട്ടെ. വിസിലായാൽ നമുക്ക് എന്തായി, യക്നി പുലാവ് റെഡിയായി. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് 2 വിസിലടിപ്പിക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ പുലാവൊക്കെ നാട്ടിലേക്ക് എല്ലാവർക്കും അറിയാം. ഇത് പക്ഷേ കുക്കറിലായതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഈ കറികളൊക്കെ കുറേ വെക്കാനൊക്കെ മടിയുള്ള സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. പിന്നെ ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് 2 വിസിലടിഞ്ഞോട്ടെ. 2 വിസിലടിച്ചിട്ട് നമുക്ക് വരാം. നമ്മുടെ പുലാവ് റെഡിയായിട്ടുണ്ട്. ഞാനിത് ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റും കേട്ടോ. ചിക്കനൊക്കെ കണ്ടോ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു
നല്ലൊരു സ്മെല്ലും. അപ്പോൾ ഇതേ നമ്മുടെ പുലാവ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എന്നോട് അഭിപ്രായം പറയണം. പിന്നെ എന്താ പറയുക, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ യക്നി പുലാവ്.